Hello guys. Welcome back to YouTube channel. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്രിസ്മസ് ആയി നമ്മള് ക്രിസ്മസിനുള്ള സാധനങ്ങൾ വെക്കാൻ പോകുന്നത്. ക്രിസ്മസിന്റെ സാധനങ്ങൾ വെക്കാൻ പോകല്ല. പുൽക്കൂട് വെക്കണം, ക്രിസ്മസ് ട്രീ ഒരുക്കണം, സ്റ്റാർ ഇടണം, എല്ലാം ഇടണം. നമുക്ക് എല്ലാം ഇടാം. പൊക്കിക്കോ പറക്കിട്ടോ. എടുക്ക, നമുക്ക് വെളിയിലോട്ട് കൊണ്ടുപോവാ. മൊത്തത്തിൽ പൊക്കിക്കോ, അതിനകത്ത് എല്ലാം ഉണ്ടല്ലോ. ഉണ്ട് സ്റ്റാറുകള്, ഇവിടെ ക്രിസ്മസ് ട്രീയും ടേബിളും ഒക്കെ വന്ന് ഇനി അത് ഡെക്കറേറ്റ് ചെയ്താൽ മതി. ആണോ? എല്ലാരും അറിയിച്ചു, സന്തോഷം. സ്റ്റഡി ടേബിള് വെറുതെ ഇരിക്കല്ലേ. വീട്ടിൽ ക്രിസ്മസ് ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങിക്കാൻ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണിത്. ഇഷ്ടംപോലെ സ്റ്റാറുകളുണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ വെറൈറ്റി സ്റ്റാറുകൾ ഷോപ്പുകളിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ പുൽക്കൂടും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ മോള് പോയി അത് നോക്കി അവളത് എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവളെ ഭയങ്കരമായിട്ട് അവൾക്കത് ഇഷ്ടപ്പെട്ടു. അവൾക്കെന്നല്ല നമുക്കായാലും അത് ഇഷ്ടപ്പെടും. ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പോയത് ഒരു ക്രിസ്മസ് ട്രീ മേടിക്കണം, അതിനകത്ത് കുറച്ചൊരു സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കണം. നമ്മളതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് അതെല്ലാം സെറ്റ് ചെയ്ത്, കാരണം നമ്മൾ കഴിഞ്ഞല്ല ഒരു 3 വർഷം കൊണ്ടേ നമ്മളൊരു ക്രിസ്മസ് ട്രീ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഡാമേജ് ആയതുകൊണ്ടാണ് നമ്മൾ പുതിയ ഒരെണ്ണം മേടിച്ചത്. അതുകൊണ്ട് അത് വാങ്ങിച്ചു. അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. പുതിയതായി ഗിഫ്റ്റുകളും ഈ സ്റ്റാറുകളും ഒക്കെ വാങ്ങിച്ചു. എല്ലാം നമ്മളതിൽ ഡെക്കറേറ്റ് ചെയ്ത് പുൽക്കൂട് അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ചെയ്ത് എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് ഒരുപാട് ടൈം എടുത്ത് നമ്മളിത് ചെയ്യാൻ. അതെല്ലാം ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തുണ്ട്. നമ്മൾ ഉണ്ണീഷു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ടില്ല. ബാക്കിയുള്ളതെല്ലാം പുൽക്കൂടിനകത്തുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചത് തന്നെയാണ്. ഈ കൊല്ലം പിന്നെ നമ്മൾ പുതിയതൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. ക്രിസ്മസ് ട്രീയും അതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ. നമ്മൾ മാതാവിനെ തൽക്കാലം ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെച്ചു എന്നേ ഉള്ളൂ. നമ്മളത് തിരിച്ചകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രിയിൽ 12 മണിയാകുമ്പോൾ നമ്മളത് മാതാവിനെ എടുത്ത് വെച്ചിട്ട് പള്ളിയിൽ പോവുകയും ലൈറ്റുകളും കാര്യങ്ങളും വെട്ടങ്ങളും ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ പുറത്ത് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് തുടരെ വരാം.
ഇപ്പോൾ ജസ്റ്റ് ഞാനെല്ലാം നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ഒരുക്കിയതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു എന്നേ ഉള്ളൂ. അടിപൊളിയായിട്ട് ഇതാണ് നമ്മുടെ പഴയ ക്രിസ്മസ് ട്രീ. അതിനെ ഞാൻ കളഞ്ഞില്ല. അത് പിന്നെ ഞാൻ ജസ്റ്റ് അതൊന്ന് സെറ്റ് ചെയ്ത് അവിടെ ഒന്ന് വെച്ച് അതും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാറുകളൊക്കെ തൂക്കിയിട്ടുണ്ട്. അത് വലിയ സ്റ്റാർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ ഈ കൊല്ലം തൂക്കിയില്ല. അതിന് പകരം നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകളുടെ ഇത് ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് എല്ലാം അടിപൊളിയായി. ഇത് നമ്മൾ ഒരു 2-3 ദിവസത്തിന് മുന്നേ ചെയ്തതാണ്. അതിൻ്റെ കുറച്ച് വീഡിയോസ് ആദ്യം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയുടെ ആദ്യം കാണുന്നതെല്ലാം ആദ്യത്തെ ഒരു ദിവസം സെറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ ഷോപ്പിങ്ങിന് പോയതിന് ശേഷം പിന്നെ ഞാൻ എല്ലാം കൂടെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. എൻ്റെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ ഇതാണ് പുതിയതായിട്ട് വാങ്ങിച്ച വേറൊരു ലൈറ്റ്, മറ്റേ DJ ലൈറ്റ് എന്നൊക്കെ പറയും. അതിങ്ങനെ റൗണ്ട് ചെയ്ത് DJയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കുറേ നാളുകൊണ്ടേ ഉണ്ട് അത്. നമ്മളിതിപ്പോൾ എടുത്ത് ഫ്രണ്ടിൽ മുറ്റത്ത് ലൈറ്റ് കിട്ടത്തക്ക രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ച്. നമ്മൾ വലിയ സ്റ്റാറൊന്നും ഈ വർഷം തൂക്കിയില്ല. നമ്മളതിന് വരെ ഇത്രയും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി സെറ്റപ്പാക്കി ക്രിസ്മസിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ഒരുക്കി അടിപൊളിയാക്കി. ഇനി നമുക്ക് മാതാവിനെ വെച്ചാൽ മാത്രം മതി. ഈ വീഡിയോയിൽ മാതാവ് ഇരിപ്പുണ്ട്, ഞാൻ വീഡിയോ എടുത്തത് കൊണ്ടാണ് വെച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.